ഇത് നജീബ് വഹിക്കേണ്ട മാനസികാവസ്ഥകൾ അതിൻ്റെ തുടർച്ചയുണ്ടോ? ആടുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമുള്ള തുടർച്ച എന്താണ്? അത് അങ്ങനെ ആ തുടർച്ചയാണെങ്കിൽ ആ തുടർച്ച വഴിയിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായ സീനുകളിലേക്ക് പോകേണ്ടി വരും. അതിൻ്റെ തുടർച്ച എനിക്ക് ചെയ്യേണ്ടി വരും. പിന്നീടുണ്ടാകുന്നൊരു ഒരു കാത്തിരിപ്പിനൊന്നും ഒരു ധാരണയില്ലാത്ത അവസ്ഥയായി മാറും. കഴിഞ്ഞ 2 ദിവസങ്ങളായി ആട് ജീവിതവുമായി ചുറ്റിപ്പറ്റുണ്ടായ ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും സംസാരിച്ചത് അല്ലേ. അത് പിന്നെ ചില കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അതന്നെ പ്രത്യേകിച്ച് നജീബ് ആടിനെ ലൈംഗികമായി ഉപയോഗിച്ചുവെന്ന് ബെന്യാമിൻ നോവലിൽ എഴുതിയ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ആരായാലും അതിനെതിരെ പ്രതികരിച്ചു പോകും അല്ലേ. യഥാർത്ഥ നജീബിന്റെ ക്യാരക്ടർ അസാസിനേഷന് വരെ കാരണമായ സംഭവത്തെക്കുറിച്ച് ബെന്യാമിനും നജീബിനും എന്താണ് പറയാനുള്ളത് എന്നതിനെ കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു അല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുമുണ്ട്. നോവലിന്റെ റീച്ചിന് വേണ്ടി അസംബന്ധം എഴുതി വെച്ച ബെന്യാമിനെ നമ്മൾ അതിൽ രൂക്ഷമായി വിമർശിച്ചിട്ടുമുണ്ട്. നജീബിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോകളെല്ലാം അവസാനിപ്പിച്ചിരുന്നത്. എന്തായാലും ആടുമായി ലൈംഗിക ബന്ധം എന്ന ടോപ്പിക് വീണ്ടും ചർച്ചയാകുമ്പോൾ അത് പാവ നജീബിന് വിഷമമാകാൻ സാധ്യതയുണ്ട് അല്ലേ. അതുകൊണ്ട് ഇനി ഈ വിഷയം ചർച്ചയാക്കേണ്ടെന്ന് കരുതിയതാണ്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന് സംവിധായകനായിട്ടുള്ള ബ്ലസ്സി ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ അതും കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്നാൽ ഇതിനൊക്കെ ഒരു പൂർണ്ണത ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബ്ലസ്സിയുടെ സ്റ്റേറ്റ്മെന്റ് നജീബിന് വലിയ രീതിയിൽ ആശ്വാസം നൽകുമെന്നതിൽ യാതൊരു സംശയവും. നമുക്ക് എന്തായാലും ബ്ലസ്സിയുടെ ആ സുന്ദരമായിട്ടുള്ള വാക്കുകളൊന്ന് കേട്ടു നോക്കാം. പലപ്പോഴായി സിനിമ വരുന്നു എന്ന് പറഞ്ഞ സമയത്തും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷവും ഉള്ളൊരു ചോദ്യമാണ്. നോവലിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സീനിൽ നജീബ് ഒരു ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആടുജീവിതം സിനിമയാക്കിയ സമയത്ത് ആ ഒരു പോർഷൻ വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ സംവിധായകൻ എടുക്കുന്നത് എങ്ങനെയായിരുന്നു? ഞാനതിന് ആൻസർ ചെയ്യാൻ എനിക്ക് യാതൊരു ഉത്തരവാദിത്തമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം ഇതെല്ലാം ചെയ്തോളാം, ഇതെല്ലാം ഞാൻ കാണിച്ചോളാം എന്നുള്ളൊരു എഗ്രിമെൻ്റ് ഞാനും ബെന്യാമിനായിട്ടില്ല. 1. 2, ഇതിൻ്റെ ഒരു മറുചോദ്യം ഞാൻ ചോദിക്കുക. സൈനു എന്ന തൻ്റെ നാട്ടിൽ കാത്തിരിക്കുന്ന ഒരു പെണ്ണിനെ നെഞ്ചി കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാനത് പറഞ്ഞു. വൈകാരികമായിട്ടാണ് ഞാൻ ഓരോരുത്തരെക്കാരെ. അപ്പം ആ ആളിനെ അയാളുടെ മനസ്സിലേക്ക് എത്തുന്നത് ഒരു ഫോൺ വിളിയിൽ. ഓക്കെ, അപ്പൊ അതാണ് ഒരു നോവൽ സിനിമയാക്കുന്ന സമയത്ത് സംവിധായകന്റെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമല്ലേ. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അൾട്ടിമേറ്റ്ലി സിനിമ എന്ന് പറയുന്നത് ഒരു സംവിധായകന്റെ കലയാണല്ലേ. തന്റെ സിനിമയിൽ എന്തെല്ലാം ചേർക്കണം, എന്തെല്ലാം ഒഴിവാക്കണം എന്നൊക്കെ ഉള്ളത് പൂർണ്ണമായും സംവിധായകന്റെ തീരുമാനങ്ങളാണ്. അതിന് പൂർണ്ണ അധികാരം ആ സംവിധായകന് മാത്രമാണ്. ഇവിടെ ബെന്യാമിൻ എഴുതി വെച്ചത് അതുപോലെ ഷൂട്ട് ചെയ്യാനല്ല ബ്ലസ്സി ശ്രമിച്ചത്. ബ്ലസ്സിക്ക് തന്റെ സിനിമയെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് തന്റെ ഭാര്യയായിട്ടുള്ള സൈനുവിന്റെ ഓർമ്മകളും അവൾ അടുത്തേക്ക് മടങ്ങി പോകാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമാണ് മരുഭൂമിയിലെ ദുരിത ജീവിതത്തിൽ നജീബിനെ തളരാതെ പിടിച്ചു നിർത്തിയത് അല്ലെ. അങ്ങനെ സദാസമയം തന്റെ പ്രിയതമയെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുക എന്നുള്ളതാണ് ബ്ലസ്സി ഇവിടെ ചോദിക്കുന്നത്. ശരിയല്ലേ? ആ രംഗം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് സിനിമയുടെ ആത്മാവിനെ തന്നെ നശിപ്പിച്ചേനല്ലേ. എന്തായാലും ബാക്കിയും കൂടി കേട്ടോക്കാം. സിനിമയ്ക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഞാനിപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഹൃദയഭാരത്തിലായിരിക്കും ഇവിടുന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ അടുത്ത സീൻ ഉണ്ടാവേണ്ടി. അതിൻ്റെ കണ്ടിന്യൂറ്റിയിലായിരിക്കും വൈകുന്നേരങ്ങളിൽ സന്ധ്യയ്ക്ക് ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യത്തിനെ വഹിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സിനിമയുടെ ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി. ഈ സാഹിത്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾക്ക് തുടർച്ചയായിട്ട് തോന്നണമെന്നില്ല. അത് 10 വർഷം കഴിഞ്ഞൊരു കാര്യമായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ വളരെ ഇന്നലെ സംഭവിച്ചതിനെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ലാതെ പോകാൻ പറ്റും. ഇതൊക്കെയാണ് സ്റ്റഡി ചെയ്തിട്ട് ഇതൊക്കെ വളരെ ചെറിയ ചോദ്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് നജീബ് വഹിക്കേണ്ട മാനസികാവസ്ഥകൾ അതിൻ്റെ തുടർച്ചയുണ്ടോ? ആടുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമുള്ള തുടർച്ച എന്താണ്? അത് അങ്ങനെ ആ തുടർച്ചയാണെങ്കിൽ ആ തുടർച്ച വഴിയിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായ സീനുകളിലേക്ക് പോകേണ്ടി വരും. അതിൻ്റെ തുടർച്ച എനിക്ക് ചെയ്യേണ്ടി വരും അല്ലേ. പിന്നീടുണ്ടാകുന്നൊരു ഒരു കാത്തിരിപ്പിനൊന്നും ഒരു ധാരണയില്ലാത്ത അവസ്ഥയായി മാറും അല്ലേ. അങ്ങനല്ലേ? എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിനെ വളരെ വളരെ പോസ്റ്റ്മോർട്ടം നന്നായിട്ട് സൈക്കോളജിക്കലി ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എനിക്ക് പറയേണ്ട ബാധ്യതയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലസ്സിക്ക് തന്റെ സിനിമയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അയാൾ നന്നായി പഠിച്ചിട്ട് തന്നെയാണ് ഈ സിനിമ എടുക്കാൻ ഇറങ്ങിയത്. 10-16 വർഷം ഈ സിനിമയുടെ പിറകെ നടന്നത് വെറുതെ ആയിരുന്നില്ല എന്നർത്ഥം. പൊതുവെ ബ്ലസ്സിയുടെ സിനിമകളെല്ലാം പ്രേക്ഷകരുമായി ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാറുണ്ട് അല്ലേ. തന്മാത്രയും കാഴ്ചയും എല്ലാം അതിലേക്ക് ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്.
ഇദ്ദേഹത്തിന്റെ സിനിമകളുടെ എല്ലാം പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകതയാണിത് അല്ലേ. ആടുജീവിതത്തിലേക്ക് വരുമ്പോൾ ഓൾറെഡി ഇത് ഭയങ്കര ടച്ചിങ് ആയിട്ടാണ് ബെന്യാമിൻ എഴുതി വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഈ ബ്ലസ്സി ടച്ചും കൂടി വന്നതോടെ കാണുന്നവന്റെ വികാരങ്ങളിലേക്ക് ആടി ഉലയ്ക്കാൻ ഈ സിനിമക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ വലിയ കഷ്ടപ്പാടിനിടയിലും സൈനുവിനോടുള്ള പ്രണയം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും താൻ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കഴിയുന്ന നജീബിനെയാണ് നമ്മൾ എല്ലാവരും സ്ക്രീനിൽ കണ്ടത് അല്ലേ. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം അയാൾ ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സീൻ വരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അതുവരെ ഭയങ്കര ഇമോഷണലിയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ഗതി തന്നെ അത് മാറ്റിമറിക്കുന്നുള്ളതാണ് അല്ലേ. കാരണം ഒരൊറ്റ തവണ ഇങ്ങനെ ഒരു സീൻ കാണിച്ചിട്ട് നിർത്താൻ പറ്റൂലല്ലോ. അതിന്റെ തുടർച്ചകൾ എടുക്കുവാൻ ബ്ലസ്സി നിർബന്ധിതനാകും. അങ്ങനെ സിനിമയുടെ കഥാഗതിയെ തന്നെ അത് സാരമായി ബാധിച്ചേനെ എന്നുള്ളതാണ്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഓൾറെഡി അവിടെ നജീബ് ഒരു ആടുജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആടുകൾക്കിടയിൽ മാസങ്ങളോളം ജീവിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ അയാൾ ആടായിട്ട് മാറിയിട്ടൊന്നുമില്ല. അങ്ങനെ മാറിയിരുന്നെങ്കിൽ ഈ രക്ഷപ്പെടാനുള്ള ആഗ്രഹവും പരിശ്രമവും ഒന്നും അദ്ദേഹത്തിന് ഭാഗത്തൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ഏത് പ്രതിസന്ധി വന്നപ്പോഴും അയാൾ നജീബായിട്ട് തന്നെയാണ് നിന്നത്. ദുഃഖവും വേദനയും പ്രണയവും ഒക്കെയുള്ള ഒരു പച്ചയായ മനുഷ്യൻ. അങ്ങനെയുള്ള ഒരാൾക്ക് തന്റെ ലൈംഗിക തൃപ്തിക്ക് വേണ്ടി ഒരു ആടിനെ ഉപയോഗിക്കാനും പറ്റില്ല എന്നുള്ളത് എനിക്ക് 100 തവണ ആണിട്ട് പറയാൻ പറ്റും. റിയൽ ലൈഫിൽ നജീബ് അങ്ങനെ ഒന്നും ചെയ്തിട്ടുമില്ല. പക്ഷേ എന്നിട്ടും ബെന്യാമിൻ ഇത്തരത്തിൽ എഴുതി എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. പക്ഷേ ബ്ലസ്സിക്ക് വിവരമുള്ളത് കൊണ്ട് ആ സീൻ സിനിമയിൽ വന്നിട്ടില്ല എന്ന കാര്യത്തിൽ നമുക്ക് അങ്ങോട്ട് ആശ്വസിക്കാം അല്ലേ. എന്തായാലും ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ബെന്യാമിൻ എയറിലായി. അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള തന്റെ നിലപാട് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് വായിച്ചു നോക്കാം. കഴിഞ്ഞ 20 വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി പറയുന്നു. എന്റെ കഥയിലെ നായകൻ നജീബാണ്, ഷുക്കൂറല്ല. അനേകം ഷുക്കൂറുമാരിൽ നിന്നും കടം കൊണ്ട കഥാപാത്രമാണ് നജീബ്. അതിൽ പലരുടെ പലവിധ അനുഭവങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 30% താഴെ മാത്രം അതിൽ ഷുക്കൂറുള്ളൂ. ഷുക്കൂറിന്റെ ജീവിത കഥ അല്ല ആടുജീവിതം. അത് എന്റെ നോവലാണ്. നോവൽ അത് അതിന്റെ പുറം പേജിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ജീവിത കഥയാണെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല. നോവൽ എന്താണെന്ന് അറിയാത്തവരുടെ ധാരണ പിശകാണ്. അതിലെ ആ കഥാപാത്രം ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഞാനാണ് ഉത്തരവാദി. എനിക്ക് അതിന് വിശദീകരണങ്ങളുണ്ട്. 1000 വേദികളിൽ ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഷുക്കൂറിന് അദ്ദേഹത്തിന്റെ പാട്ടിന് വിടുക. ഇതൊക്കെ നടന്നതാണ് എന്ന അസംബന്ധം ഒഴിവാക്കുക. നോവലിനെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി പറയുന്നു, നോവലിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഇവിടെ ഷുക്കൂർ എന്ന പേര് കേട്ട് ആരും കൺഫ്യൂഷൻ ആകണ്ട. ഷുക്കൂർ എന്നത് ഇവിടെ നജീബ് എന്നാണ്. മൂപ്പരുടെ ശരിക്കുള്ള പേരാണ് ഷുക്കൂർ. ബെന്യാമിൻ തന്നെയാണ് ഇദ്ദേഹം നജീബാണെന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴക്കാരൻ ഷുക്കൂറിനെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ആടുജീവിതത്തിന്റെ പുസ്തക പ്രകാശ ദിവസമായിരുന്നു അത്. അന്ന് ബെന്യാമിനിൽ നിന്നും ആടുജീവിതത്തിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങിയത് പിന്നീട് നജീബ് എന്നറിയപ്പെട്ട ഈ ഷുക്കൂർ ആയിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മൾ ഇന്റർവ്യൂകളെല്ലാം കണ്ട നജീബിന്റെ ശരിക്കുള്ള പേര് ഷുക്കൂർ എന്നാണ് അർത്ഥം. മനസ്സിലായോ? അങ്ങനെ അന്ന് ഈ നോവലിന്റെ മാർക്കറ്റിന് വേണ്ടിയൊക്കെ ഈ ഇദ്ദേഹത്തെ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു റിയൽ ലൈഫ് സ്റ്റോറി എന്നൊരു ടാഗിൽ തന്നെയായിരുന്നു അന്ന് ആടുജീവിതം എന്ന പുസ്തകം ലോകത്തിന് മുന്നിൽ പ്രചരിച്ചുകൊണ്ടിരുന്നത്. അത് വെച്ചിട്ടായിരുന്നു അതിന് ഭയങ്കര മൈലേജും കിട്ടിയത്. ഇതാണ് നിങ്ങൾ വായിച്ച ആടുജീവിതത്തിലെ നജീബ് എന്ന് പറഞ്ഞുകൊണ്ട് ഷുക്കൂറിനെ ബെന്യാമിൻ പരിചയപ്പെടുത്തുന്ന സമയത്ത് അത് വായനക്കാരിൽ ഉണ്ടാക്കുന്ന വികാരങ്ങൾ പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ് അല്ലേ. അതായത് ഇതൊരു നടന്ന സംഭവമാണെന്ന് ജനങ്ങൾ ഉൾക്കൊണ്ടത് കൊണ്ടാണ് ഈ നോവലിന് ഇത്ര വിജയം കിട്ടിയതും. ഓക്കെ, ബെന്യാമിൻ ആടുജീവിതത്തെ അസാധ്യമായി തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ ഇതൊരു ഫിക്ഷണൽ നോവൽ എന്ന രീതിയിലായിരുന്നു മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രത്തോളം പോപ്പുലർ ആവില്ലായിരുന്നു, ഇത്രത്തോളം ഹിറ്റ് ആകില്ലായിരുന്നു. വായനക്കാരുമായി ഇന്ന് കാണുന്ന രീതിയിൽ ഒരു ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ആടുജീവിതത്തിന് സാധിക്കില്ലായിരുന്നു. ആടുജീവിതത്തിൽ ഷുക്കൂറിന്റെ വെറും 30% മാത്രമേ ഉള്ളൂ. ബാക്കി 70% തന്റെ ഭാവനയാണെന്നുള്ളതാണ് ഇവിടെ ബെന്യാമിൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി ചേർത്തിട്ടുള്ളത് അല്ലെ. എന്നാൽ നോവലിന്റെ ആമുഖത്തിൽ ഇദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാനത് വായിച്ചുതരാം. നജീബിന്റെ ജീവിതത്തിനുമേൽ വായനക്കാരന്റെ രസത്തിനു വേണ്ടി കഥയുടെ അടുക്കുകളും തേങ്ങലുകളും ഏറെയൊന്നും വെച്ച് കെട്ടുവാൻ എനിക്ക് തോന്നിയില്ല. അതില്ലാതെ തന്നെ നജീബിന്റെ ജീവിതം വായന അർഹിക്കുന്നുണ്ട്. ഇത് നജീബിന്റെ കഥയല്ല, ജീവിതമാണ്, ആടുജീവിതം. ഇപ്പൊ എങ്ങനെയുണ്ട് ഉള്ളത് പറയാലോ. ബെന്യാമിനെ പോലുള്ള വലിയൊരു എഴുത്തുകാരനിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് നജീബിന്റെ കഥയല്ല, ജീവിതമാണ്. ഇതിൽ പൊടിപ്പൊന്നും അങ്ങനൊന്നും ചേർത്തിട്ടില്ല. എഴുതിയ ആട് തന്നെ ആദ്യ നോവൽ ഇങ്ങനെ എഴുതി വെച്ചപ്പോ സംഭവം വിവാദമായപ്പോ അങ്ങ് മലക്കം മറിച്ചു എന്നുള്ളതാണ് അല്ലെ. ശരിയാകാം, കുറെയൊക്കെ ബെന്യാമിന്റെ കാര്യം എടുത്ത് എഴുതിയിട്ടുണ്ടാകാം. അങ്ങനെ ആക്കുമ്പോൾ ഈ ആമുഖം പച്ചക്കള്ളമാണെന്ന് പറയേണ്ടി വരും. നജീബിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ തുലാസിലാക്കുന്ന പരിപാടിയാണ് ബെന്യാമിനോട് ചെയ്തു വെച്ചിട്ടുള്ളത്. എന്തായാലും സംഗതി ബെന്യാമിന്റെ കയ്യിൽ നിന്ന് പോയി. സിനിമയുടെയും നോവലിന്റെയും മാർക്കറ്റിന് വേണ്ടി ഒരു പാവ മനുഷ്യന്റെ ജീവിതം വളച്ചൊടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിന് മുന്നിൽ അത് കാരണം മാപ്പ് പറയേണ്ട ഉത്തരവാദിത്വം ബെന്യാമിനുണ്ട്. അതുപോലെ വിവാദമായ മൃഗരതി രംഗം ഷൂട്ട് ചെയ്യാത്തതിനും വിവേകപൂർവ്വം സിനിമയിൽ നിന്നും ഒഴിവാക്കിയതിനും ബ്ലസ്സി അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട്. ഇതോടുകൂടി ഈ ടോപ്പിക് നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ഇനി ഈ ടോപ്പിക് ചെയ്യാതിരിക്കാൻ തന്നെ ഞാൻ ശ്രമിക്കാം. കാരണം നജീബിന്റെ ജീവിതത്തെ ഞാൻ അത്രക്കും ബഹുമാനിക്കുന്നുണ്ട്, ഇപ്പോഴും ബഹുമാനിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ഇനി ഇത് കാരണം ഒരു സങ്കടം ഉണ്ടാകാൻ പാടില്ല. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.